ഇപ്പോൾ ഡേറ്റാബേസസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡേറ്റാബേസ് എങ്ങനെയാണ് ഫിസിക്കലി നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡേറ്റാബേസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഒരുപാട് ഡേറ്റ ഉണ്ടാവും, സ്റ്റോർ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ അല്ലേ. അപ്പം നമ്മൾ യൂഷ്വലി ഈ ഡേറ്റ എല്ലാം ഒ എസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ഉള്ളതാണ് ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം ഹാർഡ് ഡിസ്കിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒ എസിൽ പഠിച്ചിട്ടുണ്ടാവും. സിലിണ്ടേഴ്സ് ആയിട്ടാണ് അല്ലേ, ട്രാക്സ് ആയിട്ട്. ദേ ഈ കാണുന്ന ഒരു ഫിഗർ കണ്ടോ, ഓരോ ഡിസ്ക് എന്ന് പറയുന്നത് ഒരുപാട് ട്രാക്സ് ഉണ്ടാവും. ആ ട്രാക്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അങ്ങനത്തെ കോൺസെൻട്രിക് സർക്കിൾസ് എല്ലാം ചേരുമ്പോഴാണ് ഡിസ്ക് ഉണ്ടാകുന്നത്. അങ്ങനത്തെ കുറേ ഡിസ്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് സിലിണ്ടേഴ്സ് ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ള ഫിസിക്കൽ സ്ട്രക്ചർ ആണ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസ്ക് ഡിവൈസസിൽ പറയുന്നത്. നിങ്ങൾക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഡേറ്റ ഈ ഓരോ ഡിസ്കിലും ഈ ഓരോ ട്രാക്കിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാക്കിൽ കുറേ ഡേറ്റ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അടുത്ത ട്രാക്കിൽ, അങ്ങനെ ട്രാക്കായിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഓരോ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ മനസ്സിൽ കാണുക. ഓക്കെ, ആ ഒരു സർക്കിളിനെയാണ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാക്ക് തന്നെ നമ്മൾ കുറേ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഈസി ആക്സസ്. അതായത് ഒരു ഡേറ്റ ആക്സസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഡിസ്കിലെ ഒരു ട്രാക്കിലെ ഒരു ബ്ലോക്കാണ് നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് വെക്കുന്ന ചിലപ്പോൾ ഒരു ബ്ലോക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്യൂ നമ്പർ ഓഫ് ബ്ലോക്സ് ആയിരിക്കും. അപ്പം ഒരു ട്രാക്കിനെ ഫിക്സഡ് സൈസ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 512 ബൈറ്റ്സ് മുതൽ 8192 ബൈറ്റ്സ് വരെയൊക്കെ വേരി ചെയ്യാറുണ്ട്. അപ്പം ഒന്നുകിൽ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് തരുന്നത് 512 ബൈറ്റ്സ് ഉള്ള ബ്ലോക്സ് എന്നായിരിക്കും, അല്ലെങ്കിൽ 1024 ബൈറ്റ്സ് ഉള്ള ബ്ലോക്സ് എന്നായിരിക്കും. അപ്പം അത് തന്നിരിക്കും ബ്ലോക്ക് സൈസ് എത്രയാണെന്നുള്ളത്. അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്ക്. അപ്പം യൂഷ്വലി ആ ഡിസ്കിൻ്റെ ഒരു പാരാമീറ്ററാണ് അതിൻ്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ബ്ലോക്കും ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ട്രാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ അഡ്രസ് ഓഫ് എ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? എ കോമ്പിനേഷൻ ഓഫ് സിലിണ്ടർ നമ്പർ, ട്രാക്ക് നമ്പർ ആൻഡ് ബ്ലോക്ക് നമ്പർ. അതായത് എത്രാമത്തെ സിലിണ്ടറിലെ എത്രാമത്തെ ട്രാക്കിലെ എത്രാമത്തെ ബ്ലോക്ക് നമ്പർ, അങ്ങനെയായിരിക്കും അതിൻ്റെ ബ്ലോക്ക് അഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു ഹാർഡ് ഡിസ്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. ഇനി ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. അപ്പോൾ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു റൊട്ടേഷൻ ഒക്കെ ആണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ. ഒരു സൗണ്ടൊക്കെ കേൾക്കത്തില്ലേ ഹാർഡ് ഡിസ്ക് റീഡ് ചെയ്യുമ്പോൾ? അത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന സൗണ്ടാണ്. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു റീഡ് റൈറ്റ് ഹെഡ് വന്ന് ഇരിക്കും. അപ്പോൾ ആ ഹെഡാണ് ഈ ഡേറ്റ റീഡ് ചെയ്യുന്നതും ആ ബ്ലോക്കിലോട്ട് റൈറ്റ് ചെയ്യുന്നതും ഒക്കെ. പിന്നെ നമുക്കിപ്പോൾ ഒരു ഡേറ്റ ആക്സസ് ചെയ്യണം, ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ ആദ്യം അത് ഡിസ്കിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവന്ന് നമ്മളുടെ റീഡ് റൈറ്റ് ഹെഡ് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ റീഡ് ചെയ്യുന്നത്. റൈറ്റിംഗ് ആണെങ്കിലും സെയിം പ്രോസസ്സ്. അപ്പോൾ ഇത് ചെയ്യാൻ ഒരു ഡിലേ വരുമല്ലോ, അതിനെയാണ് അതിൻ്റെ സീക്ക് ടൈം എന്ന് പറയുന്നത്. അതായത് പിന്നെ റൊട്ടേഷണൽ ഡിലേ എന്ന് പറയുന്നൊരു കൺസെപ്റ്റും ഉണ്ട്. അതായത് ആ ബ്ലോക്കിൽ നമ്മളുടെ റീഡ് റൈറ്റ് ഹെഡ് കൊണ്ടെത്തിക്കുന്ന ടൈം വരെയുള്ള ആ ഒരു ഡിലേനെയാണ് റൊട്ടേഷണൽ ഡിലേ എന്ന് പറയുന്നത്. ഫുൾ ഡേറ്റ റീഡ് ചെയ്തെടുക്കുന്നതിനുള്ള ടൈമാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് ട്രാൻസ്ഫർ ടൈം, അതായത് ഈ ഡേറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞു പിന്നെ ആ ഡേറ്റേനെ നമ്മൾ ആ ബ്ലോക്കിനെ മെയിൻ മെമ്മറിയിലോട്ട് എത്തിക്കുന്നൊരു ടൈം, അതിനെയാണ് ബ്ലോക്ക് ട്രാൻസ്ഫർ ടൈം എന്ന് പറയും. But the total time needed to locate and transfer a block is the sum of seek time, rotational delay and block transfer time. അപ്പോൾ ടിപ്പിക്കൽ റേഞ്ച് ഓഫ് ആവറേജ് സീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 10 to 60 milliseconds ഒക്കെയാണ്. എന്നിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഇഫ് ദ സ്പീഡ് ഓഫ് ഡിസ്ക് റൊട്ടേഷൻ, അതായത് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് പി റെവല്യൂഷൻസ്, RPM എന്നാണ് പറയുന്നത്, റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അപ്പം ഒരു ഡിസ്ക് RPM കറങ്ങുന്ന ഒരു ഡിസ്ക്കാണ് നമുക്കുള്ളത്. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആവറേജ് റൊട്ടേഷണൽ ഡിലേ എന്ന് പറയുന്നത് 1/2 × 1/p ആയിരിക്കും, മിനിറ്റാണ്. അപ്പോൾ അതൊക്കെ കാണാതെ പഠിച്ച് വയ്ക്കുക ആ ഫോമുലയൊക്കെ കേട്ടോ. 1/2 × 1/p മിനിറ്റ്. അപ്പം അതിനെ മില്ലി സെക്കൻഡ്സിലോട്ടാക്കുമ്പോൾ 30,000 / p. അപ്പോൾ RPM നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഡിസ്കിൻ്റെ RPM തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൊട്ടേഷണൽ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുലയാണ് 30,000/p എന്ന് പറയുന്നത്. ഇത്
transfer rate of the disk is TR bytes per millisecond and the block size is B bytes, then the block transfer time BTT. block transfer time എന്ന് പറയുന്നത് ബ്ലോക്ക് സൈസ്, അതായത് ഒരു ബ്ലോക്ക് ഞാൻ പറഞ്ഞു ഓരോ ഡിസ്കിനും ഒരു ബ്ലോക്കിന് പ്രത്യേകിച്ച് ഫിക്സഡ് സൈസ് ഉണ്ടാവും. 512 ബൈറ്റ്സ് മുതൽ 8192 ബൈറ്റ്സ് വരെ അത് വേരി ചെയ്യാം. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എത്രയാണ് നമ്മുടെ ഡിസ്കിൻ്റെ ബ്ലോക്ക് സൈസ് എന്ന്. അപ്പം അതാണ് B ബൈറ്റ്സ് എങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ റേറ്റും തന്നിട്ടുണ്ടാവും ഡിസ്കിൻ്റെ TR ആണെങ്കിൽ. ബ്ലോക്ക് ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത് B/TR. ഇനി ടോട്ടൽ ടൈം ടു ഫൈൻഡ് ആൻഡ് ട്രാൻസ്ഫർ എ ബ്ലോക്ക് എന്ന് പറയുന്നത് സീക്ക് ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. റൊട്ടേഷണൽ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാം, BTTയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും നമുക്ക് മൊത്തത്തിൽ ആ ബ്ലോക്ക് ഹാർഡ് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് എത്തിക്കാനുള്ള ടൈം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ചേക്കുക. യൂഷ്വലി ഇതിൻ്റെ പ്രോബ്ലംസ് വരാറില്ല, ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഇനി അതാണ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഡിസ്കിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ റെക്കോർഡ്സ്. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു എംപ്ലോയി ടേബിൾ മനസ്സിൽ വിചാരിച്ചേ. എംപ്ലോയി ടേബിളിൽ കുറേ ഫീൽഡ് ഉണ്ടാവും, നെയിം, SSN, അഡ്രസ്, ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇതിനെയാണ് ഒരു റെക്കോർഡ്, ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിലിനെ ഒരു റെക്കോർഡെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റെക്കോർഡ്സ് ആയിരിക്കും ഒരു ടേബിൾ. അങ്ങനെയുള്ള ഒരുപാട് ടേബിൾസിനെയാണ് ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ എല്ലാം യൂഷ്വലി സ്റ്റോർ ചെയ്യുന്നത് റെക്കോർഡ്സ് ആയിട്ടാണ്. ഇങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് റെക്കോർഡ്സിനെ നമുക്കൊരു ഫയലായിട്ട് പറയാം. അപ്പോൾ അതൊരു ഡേറ്റാബേസ് തന്നെ ഒരു ഫയലായിരിക്കും. അത് ഫിസിക്കലി നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഒരു ഫയലിനെയാണ് നമ്മളൊരു ഡേറ്റാബേസ് എന്ന് പറയുന്നത്, അല്ലേ. ഇനി 2 ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, ഫിക്സഡ് ലെങ്ത് റെക്കോർഡ്സും വേരിയബിൾ ലെങ്ത് റെക്കോർഡ്. ഇത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വയ്ക്കാം. എന്താണ് ഡിഫറൻഷിയേറ്റ് ഫിക്സഡ് ലെങ്ത് ആൻഡ് വേരിയബിൾ ലെങ്ത്? അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ടപ്പിളാണ്, അല്ലേ. അപ്പോൾ ആ ടപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഡേറ്റ ഐറ്റംസിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്പറും വാല്യൂസും ഒക്കെ ആണെങ്കിൽ അത് ഫിക്സഡ് ലെങ്ത് ആണെങ്കിൽ ആ റെക്കോർഡിന് നമുക്ക് ഫിക്സഡ് ലെങ്ത് റെക്കോർഡ് എന്ന് പറയാം. ഇപ്പോൾ വേരിയബിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെയിം, അഡ്രസ്, അങ്ങനത്തെ ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും നെയിമിന് സെയിം ലെങ്ത് ആവണമെന്നില്ല, എല്ലാവരുടെയും അഡ്രസ്സിലും സെയിം ലെങ്ത് ആവണമെന്നില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ലെങ്ത് ഉള്ള റെക്കോർഡ്സ് ആയിരിക്കും ഓരോന്നും, അല്ലേ. അങ്ങനെയുള്ളതിനെ എല്ലാം കൂടെ നമുക്ക് വേരിയബിൾ ലെങ്ത് റെക്കോർഡ്സ് എന്ന് പറയാം. അപ്പം നമ്മുടെ ഡേറ്റാബേസിൽ ഒന്നുകിൽ ഫിക്സഡ് ലെങ്ത് റെക്കോർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേരിയബിൾ ലെങ്ത്, ഡിപ്പെൻഡ്സ് ഓൺ ദി ഡേറ്റ ഐറ്റംസ് പ്രസൻറ്റ് ഇൻ ദ ഡേറ്റാബേസ്. അപ്പോൾ അതാണ് ആ ഒരു ടോപ്പിക്. സ്പാൻഡ് വേഴ്സസ് അൺസ്പാൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ്സിനെ എല്ലാം നമ്മൾ ഫൈനലി നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഈ ബ്ലോക്സിനുള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വലിയ സൈസ് ഉണ്ടാവും. 1024 ആണെങ്കിൽ അത്രയും ബൈറ്റ്സ് ഉണ്ടാവും. ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് യൂഷ്വലി അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഒരു ബ്ലോക്കിൽ നമുക്ക് മോർ ദാൻ 1 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ യൂഷ്വലി ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് ബൈ റെക്കോർഡ് ആയിരിക്കില്ല. ആ റെക്കോർഡ് അടങ്ങിയിരിക്കുന്ന ഒരു ഫുൾ ബ്ലോക്കിനെ നമ്മൾ ഡിസ്കിൽ നിന്നും മെമ്മറിയിലോട്ട് കൊണ്ടുവയ്ക്കും. ഇനി ബ്ലോക്കിംഗ് ഫാക്ടർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്